ആദ്യം ഒരു വീഡിയോ കാണാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വേട്ട നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ഉത്തരാഖണ്ഡാണ്. അവിടെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. പള്ളികൾ തകർക്കുക, ദേവാലയങ്ങൾ തകർക്കുക, ചർച്ചസ് ആക്രമിക്കുക, അതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ കയറുന്ന ഒരു സ്ഥിതിവിശേഷം. അവിടുത്തെ ബാബ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് ബജ്റംഗി ദൾ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന, ഭീകര സംഘടന, അത് നടത്തിയ ഒരു ഭീകരാക്രമണത്തെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെറുക്കുന്നതാണ് കണ്ടത്. ആദ്യം ഈ വീഡിയോ കാണാം. ഈ കുറിപ്പിട്ട താര ടോജോ അലക്സ് എന്ന ഫേസ്ബുക്ക് സുഹൃത്തിനും അഭിനന്ദനങ്ങൾ. വീഡിയോ കാണാം. जो भी लिखवाना है पर ये बाबा हटवाओ भी है, हमारे सिद्ध बाबा हैं, हमें उससे मतलब नहीं है, आप इसे चेंज करवाइए बाबा शब्द को। ये बोर्ड हटा नहीं तो देखो ये नहीं बोला था, तब बोल जब दूसरी जगह दुकान चेंज करेंगे, जब हम ये नाम हटा देंगे, बोला था आपने। जीएसटी वगैरह में चेंज हो जाता है, ये कब तक होगा भैया? हाँ जी, हेलो, कब तक होगा ये? आप हमें बताइए ना कब तक होगा। बस हाँ तो ये जीएसटी में भी चेंज, जीएसटी में होता रहेगा, जीएसटी में बाद में होता रहेगा। ये क्या बाबा? नहीं बाबा यहाँ पे सिद्धबली एक ही बाबा है, वो है सिद्धबली बाबा। जितने वो ये बाबा सिद्धबली स्वीट्स वगैरह क्या है? वो सब हिंदू की दुकान है। मुसलमान क्या हो गया? मुसलमान भैया बात सुनो ना, अपने बाबा क्या पहचान से कीजिए, क्या पहचान से अपने पहचान से कीजिए आप। ये तुम्हारी पहचान है क्या? ये बाबा हमारी पहचान है, क्या पहचान है? हमारी पहचान है भाई। आपसे क्या उनकी दुकान? नहीं नहीं पहले बात एक बात सुनिए, पहले बात हो चुकी है, उनके पास पहले आए थे, कर देंगे। क्या बात होगी? मेरे आए थे, हम नाम चेंज कर देंगे। बोला था इन्होंने, बोला था नाम चेंज करने के लिए। कल ये कोर्ट लॉ छोड़ने के लिए बोले कोई नहीं से कैसे पैसे भाई यार, मेरे को नहीं चाहिए मंडी का, मैं आराम से कर रहा हूँ भाई, बात खुले आराम से बात कर रहे हैं। चेंज करेगा भाई, एक मिनट जो भाई चेंज करेगा तू नाम तो बता दो कौन नाम लिखने का है, नाम लिखने में कहा था किससे मत लिख देना। मैंने कब से लिख रखा नाम? मैंने तो बाबा तो 30 साल के भाई, 30 साल का। ഉത്തരാഖണ്ഡിലെ ഖ്വാഡ്വാദ് പട്ടണത്തിൽ ഒരു മുസ്ലിം കടമയുടമയെ ബാബ ഷോപ്പ് എന്ന് പേരുപയോഗിക്കുന്നതിനെതിരെ ബജ്റംഗദൾ പ്രവർത്തകർ കടയുടെ പേര് മാറ്റാൻ ഭീഷണിപ്പെടുത്തുന്നു. ഈ സമയത്ത് അവിടെ എത്തിയ ദീപക് കുമാർ എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക ഹിന്ദു യുവാവ് ബജ്റംഗദൾ പ്രവർത്തകരെ ശക്തമായി ചോദ്യം ചെയ്യുന്നു. ഒരു കടയുടമയുടെ വ്യാപാര സ്ഥാപനത്തിൻ്റെ പേര് നിർദ്ദേശിക്കാനോ നിർബന്ധിക്കാനോ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുകയും അവിടെ നിന്ന് പോകാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് സംഘം അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയൽ ചോദിച്ചപ്പോൾ അദ്ദേഹം മുഹമ്മദ് ദീപക് എന്നാണ് മറുപടി പറഞ്ഞത്. ഈ മറുപടി സംഘത്തെ അസ്വസ്ഥരാക്കിയതായി വീഡിയോയിൽ കാണാം. ഇതിന് പിന്നാലെ ബജ്റംഗദൾ പ്രവർത്തകരെ അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് ഓടിച്ചുവിടുന്നു. മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അനീതിക്കെതിരെ മുസ്ലിം സഹോദരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ ധൈര്യത്തോടെ മുന്നോട്ട് വരികയാണ്. അനീതിക്കെതിരെ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന മനുഷ്യരാണ് സാമൂഹിക ഐക്യവും നീതിയും ശക്തിപ്പെടുത്തുന്നത്. ഒരു സമൂഹത്തിൻ്റെ ശക്തി സംഘപരിവാർ പോലുള്ള ഭിന്നത വിതയ്ക്കുന്ന ശക്തികളിലല്ല, പരസ്പര ബഹുമാനത്തിലും ഐക്യത്തിലും തന്നെയാണ്. മനുഷ്യനാകുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മം. ഇതാണ് താര ടോജോ കുറിച്ചത്. സത്യത്തിൽ എപ്പോഴും പറയുന്ന വാചകമാണിത്. നിശബ്ദരെന്ന് കരുതുന്ന മനുഷ്യരുടെ പക്ഷപാതിത്വമാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. വേട്ടയാടപ്പെടുന്നവൻ ആരാണോ അവൻ്റെ ജാതിയും മതവും നോക്കാതെ ആ ഇരയോടൊപ്പം നിന്ന് ശബ്ദമുയർത്താൻ, വേട്ടക്കാർ ഏതൊരു മേലങ്കി അണിഞ്ഞ് അല്ലെങ്കിൽ ഏതൊരു മേൽവിലാസം ഉപയോഗിച്ചാണോ വരുന്നത് ആ മേൽവിലാസത്തിൽ നിന്നൊരു ചെറു ശബ്ദം ഉയർന്നാൽ ഇതെല്ലാം അവസാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ കാഴ്ച നമ്മൾ കേരളത്തിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ടെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന ചില സംഗതികൾ കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MSFൻ്റെ ഒരു ബാനറിലോ കാർഡിലോ മറ്റോ ഇമ്രാൻഖാൻ്റെ ഫോട്ടോ വന്നു. അത് വരേണ്ട കാര്യമില്ല. പക്ഷേ ഇമ്രാൻഖാൻ നമ്മളൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. നമ്മളെ അതിർത്തി വിട്ട് നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറിനെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും വസീം അക്രത്തെയും ഇമ്രാൻഖാനെയും ഒക്കെ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ അല്ല അവർ കളിക്കുന്നതെങ്കിൽ കളിയറിയാവുന്നവർക്കറിയാം നമ്മളെ തോൽപ്പിച്ചവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഓസ്ട്രേലിയ നമ്മളെ ഒരു കളിയിൽ തോൽപ്പിച്ചു.
നാളെ അവരും പാകിസ്ഥാനും കൂടി ഏറ്റുമുട്ടുമ്പോൾ അവന്മാർ തോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അന്നേരം തോന്നുന്ന വികാരത്തിൽ നമ്മളിതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ അന്ന് കടകളിൽ നമ്മുടെയൊക്കെ പഠിക്കുന്ന സ്കൂളുകളുടെ മുന്നിൽ സ്റ്റിക്കറുകൾ വിൽക്കാൻ കൊണ്ടുവരുന്നതിൽ ജാവിദ് മിയാന്താദും അതുപോലെ തന്നെ ഈ പറയുന്ന സച്ചിൻ തെണ്ടുൽക്കറും അസറുദ്ദീനും കപിൽ ദേവും ഒക്കെ അടങ്ങുന്നവരുണ്ട്. അവരെയൊക്കെ കളിക്കാരെന്ന മേൽവിലാസത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്തത് SFI ആണ്. SFI ആണ് അതിനെതിരെ പോസ്റ്റ് ഇട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ അവരുടെ തന്നെ വനിതാ സംഘടനയുടെ യോഗത്തിന് ബേനസീർ ഭൂട്ടോ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്വയർ സ്ഥാപിച്ചിട്ടുണ്ട്. ബേനസീർ ഭൂട്ടോയും അവിടുത്തെ സ്വതന്ത്രവാദിയായിരുന്നു. ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ്. നമ്മളെ ആക്രമിച്ച ഘട്ടങ്ങളിലൊന്നും ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്ത യുദ്ധത്തിനൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ജയിലിലാണ്. ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ ഇവിടെ നിന്ന് നവജോത് സിംഗ് സിദ്ധു അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോയ സംഭവങ്ങൾ പോലും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ മറുവശത്തേക്കാണ് ചോദ്യമുയർത്തേണ്ടവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. അവിടെയാണ് ഇതുപോലെ മനുഷ്യർ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത്. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം, അതായത് ഇത്തരം മനുഷ്യരെയൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെയും മറ്റേതിൻ്റെയും ഒക്കെ മേൽവിലാസത്തിൽ നിന്നാൽ അവരൊക്കെ അധികാര സമവാക്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. മനുഷ്യരുടെ ധർമ്മം വ്യക്തിപരമായി പാലിച്ചാലുണ്ടല്ലോ ഈ സമൂഹം ഒത്തിരി മാറ്റം ഉണ്ടാകും. അതാണതിൻ്റെ ശരി. അവിടെയാണ് അതിൻ്റെ ശരിയുള്ളത്.